ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെറർ ഗേൾസ്. അപ്പോൾ ഇന്ന് ഞാൻ ക്യാൻറ്റീൻ പോയി വന്നു. അപ്പോൾ ഞാൻ കാറിലാണ്ടോ ക്യാൻറ്റീൻ പോയി വരുമ്പോൾ ഞാൻ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടോ. കാരണം 6 മാസം ഇട്ട് കഴിഞ്ഞാൽ വീഡിയോസ് മാത്രം ഇട്ടിട്ട് കാര്യമില്ല, റീൽസ് ആക്കി ഇടണം. ഷോർട്സ് യൂട്യൂബ് ഷോർട്സ് ഇല്ലേ, എല്ലാവരും ഇന്ന് തോണ്ടി കാണുന്നത് അതാക്കി ഇടണം. അതാക്കിട്ട് കഴിഞ്ഞാല് അതും ഡെയിലി ഇട്ട് കഴിഞ്ഞാല് യൂട്യൂബിന്റെ അൽഗോരിതം വെച്ച് നമ്മളത് പ്രൊമോട്ട് ആകും. വീഡിയോ എടുത്തോട്ടെ. ഞാൻ എന്താ ട്രെൻഡിങ് പാട്ടൊക്കെ സാധാ ഷോർട്സിൽ ഡാൻസ് ചെയ്തല്ലോ. അതിനകത്ത് ട്രെൻഡിങ് പാട്ട് ഇടണം കേട്ടോ, എന്നാലേ യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട്. അതെങ്ങനെയാ പാട്ടാക്കിട്ടത്? ഞാൻ കാണിച്ചു. നിങ്ങൾ എന്തായാലും ഞെട്ടിപ്പോ. അങ്ങനത്തെ സംഭവമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഒരു അൺബോക്സിങ് വീഡിയോ കേട്ടോ. അതിൻ്റെ ഇവിടെ ഇപ്പൊ ക്യാമറ ഞാനെല്ലാം ഇന്നൊക്കെ അൺബോക്സ് ചെയ്ത് കാണിക്കണം എന്നല്ലൊരിത്. അതാണ് പ്രശ്നം. ഇവിടെ വെക്കുമ്പോ ഇവിടെ വെക്കാനറിയില്ല. ആക്സിഡന്റ് പോവാ. ഇങ്ങനെ വെക്കാട്ടോ, സീറ്റിൽ വെക്കാൻ. ഞാൻ എന്നിട്ട് താഴെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ കാണിച്ചു മനസ്സിലായിട്ടുണ്ടാവില്ല. ഡബ്ബ കാണിക്കുമ്പോ മനസ്സിലായിട്ട് മൊത്തം കാണിച്ചു. എനിക്ക് വേണ്ടി മേടിച്ചതാണ് ഗൈസ്. എനിക്ക് വേണ്ടി മേടിച്ചത്. പണ്ടത്തെ ഓർമ്മ പുതുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഓർമ്മ പുതുക്കാൻ വാങ്ങിയതാണ്. ഫുഡിലായാലും നമുക്കൊരു ഫുഡ് പറ്റില്ല. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് കഴിക്കണം. അല്ലാതെ നമ്മൾ ഒരു പാറ്റേണിൽ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മളിതിലെ ലൈഫിൽ എന്തായാലും നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു പക്ഷേ ഒരൊറ്റ പാറ്റേൺ തന്നെ പിടിക്കണം എന്നൊരു നിർബന്ധം വരികയാണെങ്കിൽ ഏതായിരിക്കും പേഴ്സണലി സെലക്ട് ചെയ്യുക? ഡ്രസ്സിങ്ങിൽ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഞാനൊരു യെലോയിഷ് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്യും. ഇതിൽ ഡിഫറെന്റ് ആയിക്കോട്ടെ. വൈറ്റ് ആകുമ്പോൾ വെച്ചാൽ കുറച്ച് കോമൺ ആണ്. ഇപ്പൊ ഗ്രേ ഒരാളുടെ ടേസ്റ്റ്, എനിക്ക് ആ ഗ്രേ ടേസ്റ്റ് ഇല്ല. അതെ, മാത്രമല്ല മലയാളി വെറൈറ്റി ഡ്രസ്സിങ്ങിന്റെ ആളുമാണ്. ഈ ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും മലയാളി നമ്മുടേതായ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ അവിടെ കൊണ്ടുവരും. മറ്റു ദിവസങ്ങളില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഓണം പോലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മുടെ ഒരു ട്രഡീഷൻ ഏത് യൂറോപ്യൻ കൺട്രിയിൽ പോയാൽ പോലും നമ്മളിവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ശരിയല്ലേ? രമേശാണ് കൂടെ എത്തുന്നത്. അങ്ങനെയുള്ള ഒരു മലയാളിയെ കുറിച്ചുള്ള പാട്ടാണ് മലയാളി ഫ്രം ഇന്ത്യ ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്കം പാട്ടായി. चल थोड़े पंछी बन जा रे, झूले हम झूले ये हवा मस्त है रे, रुचि है सारी कई साल की रे, भी सुनते हम मचा शोर रे. खुशियों की बूंदें जोर जोर से എല്ലാരും പോയി കാണുക. അടിപൊളി കുറെ ഇത് ഇതാ മന്ത് അങ്ങനെ അടിപൊളി സംഭവമായിട്ടോ. ബേബി ഡ്രീംസിന്റെ ഒരു അടിപൊളി സംഭവമാണ്. ഇനി ഭയങ്കര ഇഷ്ടമായി കാട്ടുക.
പണ്ടത്തെ ഓർമ്മ പുതുക്കുക.